നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. എന്തെന്നാൽ പ്രവാസികളോട് ഗൾഫ് രാഷ്ട്രങ്ങൾ കാണിക്കുന്ന ആ മതിപ്പ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രത്തോളമാണ് ഇന്ത്യയോടുള്ള മതിപ്പും. പ്രവാസികളെന്നും ഗൾഫ് രാഷ്ട്രത്തിന്റെ വളർച്ചയുടെ ഭാഗമായി ഊട്ടിയുറപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യയും അതിലൊരു സ്ഥാനം കൈവരിക്കുകയുണ്ടായി. അത്തരത്തിൽ ഗൾഫ് ഭരണാധികാരികൾ ഇന്ത്യയോടൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ച നാം കാണുകയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്ന ചില വിവാദ പരാമർശങ്ങൾ ഗൾഫിൽ ചെറിയൊരു ആശങ്കയ്ക്ക് വകവച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. കഴിഞ്ഞ ദിവസം BJP നേതാക്കളുടെ പ്രവാചക നിന്ദയിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഖത്തറും കുവൈറ്റും പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയതിന് പിന്നാലെ ഇപ്പോഴത്തെ പാകിസ്ഥാനും ഇറാനും ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. വിവാദ പരാമർശത്തിന്റെ പേരിൽ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ടെഹ്റാനിലെ ഇന്ത്യൻ അംബാസിഡറെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ പ്രതിനിധി പ്രവാചക നിന്ദയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകനെതിരെയുള്ള ഏതെങ്കിലും അവഹേളനം അംഗീകരിക്കാനാവില്ലെന്നും എല്ലാ മതങ്ങളോടും അങ്ങേയറ്റം ആദരവ് കാണിക്കുന്ന ഇന്ത്യൻ സർക്കാരിന്റെ നിലപാടിനെ ഇത് പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുകയായിരുന്നു. പരാമർശം നടത്തിയവർക്ക് സർക്കാരിൽ സ്ഥാനമില്ലെന്നും ആ പരാമർശങ്ങൾ നടത്തിയതിനു ശേഷം ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായും ഇന്ത്യൻ അംബാസിഡർ പറയുകയുണ്ടായി. അടുത്തയാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി ഡൽഹി സന്ദർശിക്കാനിരിക്കുകയാണ്. പ്രസ്താവനയെ അപലപിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫും രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ കുറിച്ച് BJP നേതാവിന്റെ വ്രണപ്പെടുത്തുന്ന അഭിപ്രായങ്ങളെ ശക്തമായ വാക്കുകളിൽ ഞാൻ അപലപിക്കുന്നു. മോദിയുടെ കീഴിൽ ഇന്ത്യ മതസ്വാതന്ത്ര്യത്തെ ചവിട്ടിമെതിക്കുകയും മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ആവർത്തിച്ചു പറയുകയാണ് പാകിസ്ഥാൻ. എന്നാൽ ലോകം ഇന്ത്യയെ ശ്രദ്ധിക്കുകയും കഠിനമായി ശാസിക്കുകയും വേണമെന്നാണ് ഷഹബാസ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചക നിന്ദയിൽ ഒമാനിലും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവിന്റെ പ്രസ്താവന അംഗീകരിക്കാനാവില്ലെന്ന് ഒമാൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹമദ് അൽ ഖലീലി പറയുകയുണ്ടായി. നേരത്തെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ അംബാസിഡറെ വിളിച്ചു വരുത്തിയിരുന്നു. മുഹമ്മദ് നബിക്കെതിരെ ഇന്ത്യയിലെ ഭരണകക്ഷിയിലെ ഒരു നേതാവ് നടത്തിയ പരാമർശങ്ങളെ ഖത്തർ പൂർണ്ണമായും നിരസിക്കുകയും അപലപിക്കുകയും ചെയ്യുന്ന ഒരു ഔദ്യോഗിക കുറിപ്പ് അദ്ദേഹത്തിന് കൈമാറി. ലോകമെമ്പാടുമുള്ള 2 ബില്യണിലധികം മുസ്ലിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാർഗനിർദ്ദേശം പിന്തുടരുന്നുവെന്നും ഈ അധിക്ഷേപകരമായ പരാമർശങ്ങൾ മതവിദ്വേഷം വളർത്തുന്നതിന് കാരണമാകുന്നുവെന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. ശക്തമായ ഭാഷയിലാണ് കുവൈറ്റും വിഷയത്തെ അപലപിച്ചത്. ഇന്ത്യൻ അംബാസിഡറെ വിളിച്ചു വരുത്തിയാണ് കുവൈറ്റ് പ്രതിഷേധം അറിയിച്ചത്. ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ആളുകൾക്ക് പരിഹസിക്കാൻ കഴിയുമെന്നാണ് അടുത്തിടെ നടന്ന ഒരു TV ചർച്ചയിൽ BJP നേതാവ് നൂപുർ ശർമ്മ വ്യക്തമാക്കിയത്. പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ചും അവർ പരാമർശം ഉന്നയിക്കുകയായിരുന്നു. എന്നാലോ ഇതിനിടെ ഡൽഹി BJPയുടെ മീഡിയ ഇൻചാർജായി സേവനമനുഷ്ഠിച്ച നവീൻ കുമാർ ജിൻഡാൽ പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് വിവാദ ട്വീറ്റ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ സംഭവം വിവാദമായതോടെ തന്നെ BJP നൂപുർ ശർമ്മയെ സസ്പെൻഡ് ചെയ്യുകയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നവീൻ ജിൻഡാലിനെ പുറത്താക്കുകയും ചെയ്തു. ഹൈദരാബാദ്, പൂനെ, മുംബൈ എന്നിവിടങ്ങളിൽ മതവികാരം വ്രണപ്പെടുത്തിയതിന് നൂപുർ ശർമ്മയ്ക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇതുകൂടാതെ ഈ പ്രസ്താവന വിവാദമായതിന് പിന്നാലെ ഖേദം പ്രകടിപ്പിച്ച് നൂപുർ ശർമ്മ രംഗത്തെത്തിയിരുന്നു. തന്റെ പരാമർശം ആരുടെയെങ്കിലും മതവികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രസ്തുത പ്രസ്താവന പിൻവലിക്കുകയാണെന്ന് നൂപുർ പറയുകയുണ്ടായി. മുസ്ലിം സംഘടനയായ റസ അക്കാദമിയുടെ പരാതിയിലാണ് സൗത്ത് മുംബൈ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇന്ത്യക്കെതിരെ നിലപാടെടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏറെ ആശങ്കയിലാണ് പ്രവാസികളും. ഗൾഫ് രാഷ്ട്രങ്ങളുമായി ഇന്ത്യ പുലർത്തുന്ന ബന്ധം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. എന്നാൽ ഈ ഒരൊറ്റ കാരണത്താൽ ഇന്ത്യയുമായുള്ള ബന്ധം അകലുമോ എന്ന ആശങ്കയും പ്രവാസികൾക്കുണ്ട്.